ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. അങ്ങനെ റോക്കിംഗ് സ്റ്റാർ യാഷ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ യാഷിൻ്റെ പുതിയ ചിത്രമായ ടോക്സിക്കിൻ്റെ ഒഫീഷ്യൽ ടീസർ റിലീസായിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിലായിട്ട് യാഷ് ഉണ്ട്. കൂടാതെ തന്നെ ഒരുപാട് നായികമാരാണ്. ഹുമാ ഖുറൈഷി, നയൻതാര, രുക്മിണി വസന്ത്, കിയാര അദ്വാനി. ഇനി ഇവരൊക്കെ എന്തൊക്കെ റോളാണ്, എന്തിനൊക്കെയാണെന്നൊക്കെ സിനിമ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഒരു വയലന്റ് ടീസർ തന്നെ ആയിരിക്കും. കാരണം സ്നീക്ക് പീക്ക് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഗീതു മോഹൻദാസ് മലയാളിയാണ് സംവിധാനം ചെയ്യുന്നത്. സേറ്റ് അപ്പോൾ കണ്ടു നോക്കാം. ഓ ആ റോക്കി ബായ യുദ്ധം വേറെ സർക്കസ് അവங்களோட சூழ்ச்சியும் வேற ക്വാളിറ്റി. സമന്തേ பகிச்சுக்கிட்டு வாழ முடியாத பிடிவாதத்தை விட்டுடு. ഇതെന്തോന്ന്, രക്ഷയില്ല കേട്ടോ. പക്കാ ക്വാളിറ്റി. എന്തൊക്കെയാ കാണുന്നുണ്ട് അതില്. പ്ലെയിന് മലയിൽ നിന്ന്, മറ്റേ ഐസ് മലയിൽ നിന്ന് വരുന്നുണ്ട്, കപ്പല്, സർക്കസ്, വേറെ ലെവൽ മേക്കിംഗ് കേട്ടോ. റിച്ച് സാധനം. സീനടേ. It's over. It's over. When I say it's over. Oh. It's over. When I say it's over. Catch it dialogue here. No, you don't want that here. Until then. Coffee, star, gas. Manners. Fucking manners. ആ ഒരു ഡയലോഗിലും ആ ഒരു ഇരുത്തത്തിൽ എനിക്ക് എന്തോന്ന് ഒരു ഓറ കീപ്പ് ചെയ്തില്ല, അല്ലെ ആ ഒരു ഓറ കിട്ടിയില്ല, ടു ബി ഓണസ്റ്റ്. ബട്ട് എന്തായാലും തന്നെയാണ്. അല്ലാതെ വേറെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ഇല്ല. ഒരുത്തനെ പിടിച്ച് എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴുത്തോടെ ഇങ്ങനെ കൊണ്ടുപോകണ പൊന്നോ. ക്വാളിറ്റി കേട്ടാ. മേക്കിങ്ങും അപാരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും. പടത്തിൽ ഫുൾ സീൻസുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. വെട്ടുകുത്ത്, പിന്നെ നിങ്ങൾ തിയേറ്ററിൽ കണ്ട ബിറ്റ് സീൻസ് എല്ലാം ഉണ്ടാവും. I'm home, Daddy. Intoxicating the World on 1926. മാർച്ച് 2026, മാർച്ച് 19, 2026 റിലീസ് ചെയ്യുന്ന സിനിമ. അപ്പോൾ ഒരു യാഷാണോ, 2 യാഷാണോ, 3 യാഷാണോ? ഒരു മുടിയുള്ള യാഷ്, ഒരു മീശ മാത്രമുള്ള ഒരു യാഷ് ഉണ്ടായിരുന്നു. ഇനി ഇതിപ്പോൾ മുടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വേറൊരു യാഷ് പോലെ. ഇത് മറ്റേ ബർത്ത്ഡേ ഇൻടോക്സിക്കേറ്റിംഗ് രായ, അപ്പോൾ ഫുൾ ഗീവ് അപ്പ് രായ, എന്തൊക്കെ കണക്ഷനൊക്കെ സാധനം എല്ലാം ഉണ്ട്. ടീസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവൽ ടീസർ. ഫസ്റ്റ് ഓഫ് ഓൾ മേക്കിങ് അന്യായം. ഹോളിവുഡ് പട്ടത്തിൻ്റെ ടീസർ കണ്ടുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണ് അതിൽ വന്ന് മിന്നി പോകുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് വരെ. അതെല്ലാം പക്ക ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു കാണുമ്പോൾ തന്നെ എന്തോ സാധനമാണ് അമ്മാതിരി ഒരു സെറ്റപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ യാഷിൻ്റെ 1 man ഷോ ആയിരിക്കും, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ഒരാളാണോ 2 ആളാണോ കണ്ടു തന്നെ അറിയണം. ഇനിയിപ്പോൾ ഐ ആം ഹോം ഡാഡി ഈസ് കമ്മിങ്, ഡാഡി ഈസ് ഹോമും എല്ലാം മാറി. ഇനി ഡുവൽ റോളുള്ള അടിയായിരിക്കും.
വയലൻസ് അന്യായമായിരിക്കും. വയലൻസ് ഇതിൽ തന്നെ ഇപ്പോൾ എന്തൊക്കെ ഇനി സിനിമയിലും കൂടെ ആകുമ്പോൾ എന്തൊക്കെ കാണിക്കുന്നുണ്ടോന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ നായികമാർ ഒരുപാടുണ്ട്. നായികമാർ എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് പോലെ യാഷിനെ കൊല്ലാൻ വേണ്ടി വരുന്ന നായകന്മാരായിട്ടാണ് തോന്നുന്നത്. കാരണം അവരുടെ ആ ഒരു പോസ്റ്റേഴ്സൊക്കെ ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ്, എനിക്ക് കണ്ടാലേ മനസ്സിലാവും. ബട്ട് യാഷ് 1-2 പേരെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ടീസറിൽ തന്നെ, ആ സിനിമയിലും കൂടെ കാണുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്തായാലും ഇതിൽ അല്ലാതെ വേറെ കൊടുക്കാനൊന്നും നിർവാഹമില്ല. മുതൽ ഉള്ള പറയാലോ, ടീസർ വേറെ ലെവൽ സാധനം. ആ ഒരു ക്വാളിറ്റി, പിന്നെ ആ ഒരു വയലൻസ്, വയലൻസ് എന്തൊക്കെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അവർ എനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് പടത്തിൻ്റെ വയലൻസ് ടിപ്പിക്കൽ മൂഡ് തന്നെ പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പടം കണ്ട്. കാരണം ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ടില്ല. എല്ലാം വളരെ എന്താ പറയുക, സൗണ്ടൊന്നും മ്യൂട്ടൊന്നും ചെയ്യാതെ വളരെ ശബ്ദത്തോടെയും വളരെ അവരോട് എല്ലാം എക്സ്പ്രസ് ചെയ്ത് തന്നെയാണ് പറയുന്നതും ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ പ്രത്യേകിച്ച് ഒരു മ്യൂട്ടും കാര്യങ്ങൾ വരുമെന്ന് തോന്നുന്നില്ല. സെൻസർ ബോർഡൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും തോന്നുന്നില്ല. ഇത് കെവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കെവിൻ പ്രൊഡക്ഷൻസ് നിങ്ങൾക്ക് നന്നായിട്ട് പറയാം. കെവിൻ പ്രൊഡക്ഷൻസിൽ ഒരു വലിയൊരു പടം പെട്ടിയിലിരിപ്പുണ്ട്. അതാണ് തളപതി വിജയുടെ ജനനായകൻ. ആ സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇപ്പം ജനുവരിക്ക് റിലീസ് ചെയ്യേണ്ട പടം ഇപ്പോൾ മാർച്ചിൽ വേറൊരു പടം റിലീസായിരുന്നു, അവരുടെ പടം. അപ്പോൾ ജനനായകൻ ഇനി എന്ന് ഇറങ്ങുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. അതിന് മുമ്പ് കെവിൻ പ്രൊഡക്ഷൻസിൻ്റെ ടോക്സിക് റിലീസ് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തത്? ഇതിൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും കാണില്ലായിരിക്കും, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. പക്ഷെ ഇതും കൂടെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നുള്ള ഈ കെവിൻ പ്രൊഡക്ഷൻസിൻ്റെ അവസ്ഥയും. പിന്നെ ഇതിൽ റിട്ടൺ യാഷ് ആൻഡ് ഗീതു മോഹൻദാസ്, ഇതിൽ എഴുതിയിട്ടുള്ളത് യാഷും കൂടെ ഉണ്ട്. അപ്പോൾ യാഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കുറച്ച് വയലൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിടപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഗീതു മോഹൻദാസ് യാഷുള്ള സംസാരങ്ങൾക്കിടയിൽ ഇങ്ങനെ വരുമ്പോൾ അവർ രണ്ടുപേരും ഇതുപോലെ ചെയ്യുക, അങ്ങനെ ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട്. അന്യായ വയലൻസ് തന്നെ ആയിരിക്കും. അത് നമുക്കിത് കാണുമ്പോൾ തന്നെ പറയാം. ഓറായും കാര്യങ്ങളൊക്കെ അന്യായമായിരിക്കും. വെട്ട്, കുത്ത്, അടി, രക്തം, പിടി, വടി, കുത്തൊക്കെ തന്നെ ആയിരിക്കും പടം മുഴുവൻ. എന്തായാലും മാർച്ച് 19 വരും. എന്താണെന്ന് നോക്കാം. അങ്ങനെയായിരിക്കും ഒരു പടം റിലീസ്. പക്ഷെ ട്രെയിലറല്ല, ടീസർ അന്യായ ക്വാളിറ്റിയിൽ അന്യായ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്.